അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഏതൊക്കെ നന്മകൾ തുടങ്ങി വെക്കുന്നു എന്നതിനേക്കാൾ നമ്മളെ അതിലേതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അത് തുടരുവാനുള്ള തീരുമാനമുണ്ട് എന്നതിലാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത്. ഒരു വസന്തത്തിൻ്റെ ആഗമനത്തിൽ തളർത്തുലയുകയും പിന്നീട് കരിഞ്ഞുണങ്ങിപ്പോവുകയും ചെയ്യുന്ന പൂച്ചെടികളെപ്പോലെയല്ല സത്യവിശ്വാസികളുടെ ജീവിതമാകേണ്ടത്. മറിച്ച് അത് ആഴത്തിൽ വേരോടിയ, എല്ലാ കാലത്തും ഫലം നൽകുന്ന പവിത്രമായ വൃക്ഷങ്ങളെപ്പോലെ ആയിരിക്കണം. പലപ്പോഴും പുണ്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ, അതല്ലെങ്കിൽ മനസ്സ് നമ്മളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുമ്പോൾ വലിയ നന്മകൾക്കും പുണ്യങ്ങൾക്കുമൊക്കെ നമ്മൾ തുടക്കമിടാറുണ്ട്. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ആവേശങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ നമ്മൾ പഴയ ഒരു മടിയിലേക്കും ജീവിതത്തിൽ കർമ്മനൈരന്തര്യമില്ലാത്തൊരവസ്ഥയിലേക്കും മടങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒരു ആത്മവിചാരണ നടത്താം. അവിടെയാണ് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടതും, നാം തുടങ്ങിയതെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചത് അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല എന്നാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ അത് വളരെ കുറഞ്ഞതാണെങ്കിലും ശരി, നമ്മൾ തുടർച്ചയായിക്കൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, കർമ്മനിരതമായ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും വിശ്വാസികൾക്ക് വിരമിക്കലില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫൈദാ ഫറഅത ഫൻസബ് വ ഇലാ റബ്ബിക ഫറഅ. തീർച്ചയായും നീ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്തൊരു കർമ്മത്തിലേക്ക് വ്യാപൃതനാകുവാനും നിന്റെ രക്ഷിതാവിലേക്ക് ആഗ്രഹങ്ങളെ സമർപ്പിക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് ആ ഉറപ്പായിട്ടുള്ള മരണം വന്നെത്തുന്നത് വരെ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് കർമ്മനൈരന്തര്യത്തോടുകൂടി മുന്നോട്ടു പോകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എപ്പോഴും ഒളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്ന വളരെ ലളിതമായ എന്നാൽ കൃത്യമായ കർമ്മം ഒരു ഉപേക്ഷയും വരുത്താതെ അവിടുത്തെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോന്നിരുന്നു. ആ ഒരു തുടർച്ച കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ പെരുമാറ്റം കേട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ കർമ്മനൈരന്തര്യത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം. ഒറ്റയടിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തളർന്നു പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ തുടങ്ങി വെച്ച് അതിൽ നിന്ന് എപ്പോഴും അതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വലിയ നന്മകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദിവസവും കുറച്ചാണെങ്കിലും ഖുർആൻ ഓതുകയും അതേപോലെ തന്നെ സ്വതക്ക കൊടുക്കുകയും അദ്കാറുകളുടെ കാര്യത്തിലൊക്കെ ഒരു സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ആ ഒരു കർമ്മനൈരന്തര്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ നിരന്തരമായി കൊണ്ട് പരിശീലനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതോടുകൂടി പടച്ചറബിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, മനസ്സുകളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ എൻ്റെ മനസ്സിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പടച്ചറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ അവസാനം വരെ നിരന്തരമായി കൊണ്ട് കർമ്മങ്ങളെ നൈരന്തര്യത്തോടുകൂടി തുടർച്ചയായിക്കൊണ്ട് ചെയ്യുവാനുള്ള തൗഫീക്കിനെ നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.